ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന പുതുപ്പള്ളി സാധു എന്ന ആന വീണ്ടും വാർത്തയിൽ സജീവമാകുന്നു. എരണ്ടക്കെട്ടിനെ തുടർന്ന് ഒരു മാസത്തോളമായി ഈ ആന ചികിത്സയിലായിരുന്നു. പുതുപ്പള്ളി സാധുവിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ ഒരു മാസത്തോളമായി ഈ ആനയ്ക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുക. ആനയെ പുതുപ്പള്ളി പള്ളിയിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ സ്ഥലത്തുണ്ട് പുതുപ്പള്ളിയിൽ. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഒരു സന്തോഷ വാർത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആനപ്രേമികളുടെ പ്രിയപ്പെട്ട ആനയായിരുന്നു പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ഈ ആന. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എരണ്ടക്കെട്ടിനെ തുടർന്ന് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ പോയി. ആ ഒരു മരണത്തിന്റെ പടിവാതിലിൽ നിന്നും തിരിച്ചുവരവ്, ഒരു രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആനപ്രേമികൾക്ക് വലിയ സന്തോഷം. അവരിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ആനപ്രേമികളുടെ ഒരു കൂട്ടായ്മയാണ്. അവരിവിടെ എത്തി അതിനൊരു പട്ട് പുതപ്പിക്കുന്ന കാഴ്ചയാണ്. അതിനു മുൻപ് തന്നെ പള്ളിയിലെ അച്ഛനെത്തി പ്രാർത്ഥിച്ച് അതിന് ബ്രെഡ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും വലിയൊരു പോരാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇന്നാൾ കണ്ടതാണ്, ഷൂട്ടിങ്ങിനിടെ കാട്ടിലേക്ക് പോയി അവിടുന്ന് തിരിച്ചെത്തി. അതൊരു വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ചികിത്സയിൽ പോയി അതിനുശേഷം തിരിച്ച് വീണ്ടും സജീവമായി ഈ ആനപ്രേമികൾക്കിടയിലേക്ക് ഉത്സവങ്ങളിലേക്കും മറ്റും എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളോടൊപ്പം ഈ ആനയുടെ ഓണർ വർഗീസ് ചേട്ടൻ തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, എത്രത്തോളം സന്തോഷമുണ്ട്? നല്ല സന്തോഷമാണ്. പള്ളിയിൽ വന്ന് ആനയെ കാണിക്കാനായിട്ട് അവസരം കിട്ടിയത്. ആനപ്രേമികൾ കൂടിയുണ്ട്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണല്ലേ? വീണ്ടും തിരിച്ച് സാധു വരുമ്പോൾ അതിന്റെ സന്തോഷം നിങ്ങളുണ്ടോ? പിന്നല്ലാണ്ട് 100-101% ഞങ്ങൾക്ക് തിരിച്ചു വരവുണ്ടാവുന്ന പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം. ഞങ്ങള് കുന്നോളന്ന് പാറപ്പുറം പെരുന്നാൾ കമ്മിറ്റി എന്നാണ് വരുന്നത്. ചേട്ടാ, വലിയൊരു ചികിത്സയായിരുന്നു. ഒരുപക്ഷെ മരത്തിന്റെ പടിവാതിൽ ചെന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നല്ലേ തിരിച്ച് സാധു വീണ്ടും രണ്ടാം വരവാ. എങ്ങനെയായിരുന്നു ആ ചികിത്സയും കാര്യങ്ങളൊക്കെ? ചികിത്സയും കാര്യവും സാറിന് പറയട്ടെ, പറയുക. തീർച്ചയായിട്ടും. അതായത് ഇവിടുത്തെ ചികിത്സ പോരാതെ വന്നതോടുകൂടി ഗുജറാത്തിൽ നിന്നുള്ള വനധാരയിലെ സംഘം എത്തി പ്രത്യേക ചികിത്സ കൊടുത്താണ് ഈ സാധുവിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും പള്ളിയിൽ വന്ന സാധു പള്ളിയുടെ മുറ്റത്തേക്കും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും പോയി അവിടെ എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. പള്ളിയുടെ മുറ്റത്തേക്ക് കയറുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പൂർണ്ണ ആരോഗ്യവാനാണ് സാധു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സജീവമായി ആനപ്രേമികൾക്കിടയിലും ഉത്സവങ്ങളിലും എല്ലാം നമുക്ക് സാധുവിനെ കാണാൻ സാധിക്കും. താങ്ക് യു ടോബി. തലയെടുപ്പുള്ള പുതുപ്പള്ളി സാധു ആരോഗ്യവാനായി എന്നുള്ള സന്തോഷ വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.